നവ്യ നായരെ പോലെ തന്നെ താരത്തിൻ്റെ ഏകമകൻ സായി കൃഷ്ണയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. അമ്മയുടെ വ്ലോഗുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയുമാണ് സായിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. 15കാരനായ സായി കൃഷ്ണ അമ്മയായ നവ്യയുടെ കരുത്തുകൂടിയാണ്. ഇരുവരും ഒരുമിച്ചുള്ള വൈറൽ വീഡിയോകൾ നിരവധിയാണ്. മുംബൈ വിട്ട് നവ്യയ്ക്കൊപ്പം കേരളത്തിലേക്ക് എത്തി സായി ഇവിടെയാണ് പഠിക്കുന്നത്. കലയോട് താല്പര്യമുണ്ട് താരപുത്രന്. ഇപ്പോഴിതാ മകനെക്കുറിച്ച് നവ്യ നായർ മനസ്സ് തുറക്കുകയാണ്. മനോരമ മാക്സ് ഓഫ് സ്ക്രിപ്റ്റ്സ് ഷോയിൽ പങ്കെടുത്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മകനിൽ നിന്നും താൻ പഠിച്ച കാര്യങ്ങൾ നവ്യ വെളിപ്പെടുത്തി. പല കാര്യങ്ങളിലും തന്നെ ഗൈഡ് ചെയ്യുന്നൊരാൾ കൂടിയാണ് മകനെന്ന് നടി പറയുന്നു. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് കരയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും. അവരോട് സിമ്പതി തോന്നി പെരുമാറുകയും ചെയ്യും. ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് എന്നോട് പറയാറുള്ളത് മോനാണ്. തീരുമാനമെടുക്കും മുമ്പ് 2 വട്ടം ചിന്തിക്കണമെന്നും പറയും. അവൻ ആ കാര്യത്തിലൊക്കെ വളരെ ബ്രില്യൻ്റാണ്. മാതങ്കിയിൽ കൂടുതൽ ഡാൻസ് ഫോമുകൾ പഠിക്കണമെന്ന് എന്നെ അവൻ ഉപദേശിക്കാറുണ്ട്. ബിസിനസ്സിനെ പറ്റി നല്ലൊരു കാഴ്ചപ്പാടുള്ളയാളാണ്. ഞാനൊരു പ്രൗഡ് മദറാണ്. അവൻ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുകയാണെങ്കിൽ അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. അവൻ പ്ലാൻ ചെയ്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ അവനത് മാറ്റിവെക്കും. അവൻ നല്ല കുട്ടിയാണ്. തല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. 2022 ഫെബ്രുവരി 16 മാത്രമാണ് ഞാൻ അവനെ തല്ലിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ മിസ്റ്റേക്കുള്ള ദിവസമായതുകൊണ്ട് ഞാനത് ഓർക്കുന്നു. എടുത്തുചാടി ഒന്നും ചെയ്യില്ല. പക്ഷേ അവൻ ഒരു കാര്യം ചെയ്തുവെന്ന് എന്നെ ഒരു കുട്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ അവനത് ചെയ്തിട്ടില്ലെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു ഇഷ്യൂ വന്നാൽ അവൻ പെട്ടെന്ന് സ്റ്റക്കാകും. അവൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയാൻ അവന് കഴിയില്ല. അങ്ങനെ ഒരാളല്ല അവൻ. കുറേ സമയമെടുക്കും. അതുകൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ഇപ്പോൾ ഞാൻ സമയം കൊടുക്കും അവനത് പറയാൻ വേണ്ടി. ഇതൊക്കെ അവനിൽ നിന്നും ഞാൻ പഠിച്ചു. മറ്റുള്ളവർ നമ്മളെപ്പോലെയാകണമെന്ന് പറയാൻ പറ്റില്ലെന്നും നവ്യ പറയുന്നു. കുഞ്ഞുനാൾ മുതലേ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായ സായി. അമ്മയുടെ സന്തത സഹചാരി ആരെന്ന് ചോദിച്ചാൽ സായിയുടെ പേര് തന്നെ പറയാം. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ നവ്യയ്ക്കും സന്തോഷിനും ഇടയിലേക്ക് സായി എത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ് ഭാര്യയായി എന്ന അമ്പരപ്പ് മാറും മുമ്പ് അമ്മയായ ആളാണ് താനെന്ന് നവ്യ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുനാളുകളിൽ വളരെ ചബ്ബിയായിരുന്ന സായിയെ പെൺകുഞ്ഞിനെ പോലെ വേഷം കെട്ടിച്ച് പകർത്തിയ ഒരു വീഡിയോയും നവ്യ പോസ്റ്റ് ചെയ്തിരുന്നു. ഗുണ്ടുമണി വാവ എന്നാണ് നവ്യ അന്ന് മകനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും സായിയുടെ കാര്യങ്ങൾ അവൻ വളരെ കൃത്യമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നവ്യ ഇറങ്ങാറുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മയെയും മകനെയും മാത്രമേ കാണാറുള്ളൂ. ഭർത്താവ് സന്തോഷുമായി നവ്യ വേർപിരിഞ്ഞുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.